ദുബായിലാണ് അബുദാബിയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രം അബുദാബിയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രിയെ കൂടാതെ അബുദാബി ഭരണകൂടത്തിൽ നിന്നുമുള്ള ദുബായ് ഭരണകൂടത്തിൽ നിന്നുള്ള പ്രതിനിധികളും ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. നിരവധി പേരാണ് ഈ പ്രതിഷ്ഠാ ചടങ്ങിലും ഉദ്ഘാടനത്തോടുമനുബന്ധിച്ച് ഇവിടേക്ക് എത്തുന്നത്. ബോളിവുഡിലെ താരങ്ങളടക്കം വ്യവസായ പ്രമുഖരടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. ഈ അടുത്ത മാസത്തോടുകൂടെ മാത്രമായിരിക്കും പൊതുജനങ്ങൾക്കായി ഈ ക്ഷേത്രം തുറന്ന് കൊടുക്കുക. പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെയും പുരോഗമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ MCA നാസർ ചേരുന്നു അബുദാബിയിൽ നിന്നും. MCA നാസർ, ചടങ്ങുകൾ കഴിഞ്ഞോ? ഉദ്ഘാടനം എപ്പോഴാണ് നടക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. അല്പം മുമ്പാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഉദ്ഘാടനത്തിന്റെ ചടങ്ങുകൾ ഇനി നിമിഷങ്ങൾക്കകം തന്നെ നടക്കും. ക്ഷേത്രം പൂർണ്ണമായിട്ട് നോക്കിക്കാണുന്ന ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഏർപ്പെട്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ പ്രതിനിധികൾ പ്രത്യേകതകളെക്കുറിച്ചും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ബാപ്സിന്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ ഏതാണ്ട് ആരംഭിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി തന്നെ. കാരണം 7 ഗോപുരങ്ങളുള്ള ഈ വലിയ ക്ഷേത്രം 7,000 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഒരുപക്ഷെ പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം. അത് ലോകത്തിന് സമർപ്പിക്കുന്നത് ഐക്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അതോടൊപ്പം തന്നെ ഒരുമയുടെയും എല്ലാമുള്ള ഏറ്റവും വലിയൊരു സന്ദേശം കൂടി കൈമാറിക്കൊണ്ടാണ്. കാരണം ലോകം ഒന്നിച്ച് തന്നെ എല്ലാ വിഭാഗീയതകൾക്കും അതീതമായിട്ട് ഒരുമിച്ച് നിൽക്കണം എന്ന ഒരു വലിയ സന്ദേശത്തിൻ്റെ പ്രയോഗവൽക്കരണം കൂടിയാണ് ഈ ക്ഷേത്രം എന്ന് നമുക്കറിയാൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോകുന്നത്. നിരവധി ഹോളിവുഡ് താരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെയും വിവിധ രാജ്യങ്ങളിലെയും നയതന്ത്ര പ്രതിനിധികൾ, എണ്ണമറ്റ നയതന്ത്ര പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. ഡോക്ടർ S ജയശങ്കർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ സാന്നിധ്യമുണ്ട്. അതോടൊപ്പം തന്നെ UAE സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹിയാൻ ഉൾപ്പെടെയുള്ള വലിയ ഒരു നേതൃനിര തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും അനുമതി നൽകുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ പൂർണ്ണമായിട്ടും പരിസ്ഥിതിയോട് ആഭിമുഖ്യം പുലർത്തുന്ന രീതിയിൽ ഏറ്റവും മികച്ച ശില്പചാരുതയോടുകൂടിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പേർഷ്യൻ, അറേബ്യൻ അതോടൊപ്പം തന്നെ മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളുടെ മാതൃകകൾ പൂർണ്ണമായിട്ടും ഉൾച്ചേർത്തുകൊണ്ട് ഒരു ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രതീകാത്മകമായിട്ടുള്ള ഒരു സൗധം എന്ന നിലക്ക് കൂടിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 7 മൂർത്തികളാണ് ഇവിടെയുള്ളത്. അതിൽ അയ്യപ്പനും ഉൾപ്പെടും എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതാണ്ട് ഈ മാസം 18 കൂടിയായിരിക്കും ഉദ്ഘാടന ചടങ്ങ്. ഇന്ന് നടന്നാൽ തന്നെയും 18 കൂടിയായിരിക്കും സന്ദർശകർക്ക് ക്ഷേത്രത്തിലേക്ക് അനുമതി നൽകുക. എല്ലാ വിഭാഗീയതകൾക്കും അതീതമായിട്ട് ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു സംരംഭമായിട്ട് ഇത് മാറുമെന്ന് UAE ഭരണ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. UAE വിവിധ തുറകളിലുള്ള നിരവധി പ്രമുഖരും ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. UAE പ്രവാസികൾക്കും മറ്റും ഒരുപക്ഷെ മാർച്ച് മാസത്തോടു കൂടി മാത്രമായിരിക്കും ഈ ക്ഷേത്രത്തിലേക്ക്. അബുദാബിയിൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. പ്രതിഷ്ഠാ ചടങ്ങുകളെല്ലാം തന്നെയും പൂർത്തിയായി. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണ്. ഏപ്രിൽ മാസത്തോടു കൂടിയാണ് ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. 7,000 കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. വാസ്തുഗുരുകുലമടക്കമുള്ള ശിലാഫലകങ്ങളും ഈ ക്ഷേത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്.